ഉള്ളവരെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്ക പള്ളിയുടെ മുമ്പിലുള്ള നിത്യാരാധന കേന്ദ്രത്തിലെ ഇന്നത്തെ കുർബാന കഴിഞ്ഞ് വരുന്ന ആളുകളെയാണ് ആ കാണുന്നത്. വിമതര ആളുകളെയാണ് ആ കാണുന്നത്. പള്ളിയിൽ അച്ഛൻ കരഞ്ഞ് പറഞ്ഞിട്ടും മങ്ങാട്ടച്ഛൻ കരഞ്ഞ് പറഞ്ഞിട്ടും നമ്മുടെ ബസിലിക്ക പള്ളിയുടെ മുൻപിലുള്ള ഈ നിത്യാരാധന കേന്ദ്രത്തിൽ നിന്ന് നടന്നു വരുന്ന ആളുകളെയാണ് കാണുന്നത്. 1, 2, 3, 4 സ്ത്രീകൾ. മുമ്പ് ഒരു ചേട്ടൻ പോകുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അച്ഛൻ ഈ കാണാവുന്ന വാട്സപ്പിലൊക്കെ പറഞ്ഞു. 2-3 ദിവസക്കാലമായി കരഞ്ഞു പിടിച്ച് സർവത്ര ആളുകളോടും പറഞ്ഞിട്ട് ഈ ഇല്ലിസെൻ്റ് കുർബാന കാണാൻ വന്നിരുന്ന ആളുകളെ നിങ്ങളൊന്ന് എണ്ണി നോക്കി. ഇതാണ് അവസ്ഥ. പിന്നെ എന്തിനാണ് ഇവർ ഈ ചെയ്ത്താൻ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് കേഴണമെന്ന് മനസ്സിലാവണില്ല. 95% ആളുകളും ഏകീകൃത കുർബാന, സഭയുടെ കുർബാന കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഈ എറണാകുളം രൂപതയിലെ ആളുകൾ. നമ്മുടെ ബസിലിക്ക പള്ളിയിലെ ഇടവക്കാരാണ് അവന്നെ. എത്ര പേരുണ്ട് കണ്ടോ? ഇതാണ് അവസ്ഥ. ആളെ നിങ്ങൾ കണ്ടല്ലോ. 9 പേരുണ്ട്. ഒരു സ്ത്രീയും കൂടി ഇറങ്ങുന്നുണ്ട്. ഇനി അതിനകത്ത് ആയുള്ളത് നമ്മുടെ പള്ളിയിലെ കൊച്ചച്ഛനും കപ്പ്യാരുമാണ് ഇനി വരാനുള്ളത്. അത്രയും പേരെ ഇവിടെ ആയുള്ളൂ. ഞായറാഴ്ച ദിവസം, അതും അവരുടെ ഷെഡ്യൂൾഡ് ടൈമിൽ നടത്തുന്ന കുർബാന ഇന്ന് 2025 ഡിസംബർ മാസം 14-ാം തീയതി ഷെഡ്യൂൾഡ് കുർബാനയിൽപ്പെട്ട 5 മണിക്ക് തുടങ്ങിയ കുർബാന, 5:10 തുടങ്ങിയത്. 5:10 തുടങ്ങിയ കുർബാന കഴിഞ്ഞ് വരുന്ന മഹാപ്രളയത്തിന് ഈ കാണുന്നത് 11-12 ആൾ. ഇതാണ് അവസ്ഥ. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഇവർക്ക് ഇനി കച്ചവടം, ഈ പണി നിർത്തി പോകേണ്ട സമയം കഴിഞ്ഞില്ലേ എൻ്റെ പ്രിയമുള്ളവരെ? ഇത് മങ്ങാട്ടച്ഛനും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ സഭാധികാരികളും ശ്രദ്ധിക്കണം. ഇതാണ് അവസ്ഥ. ഞങ്ങൾക്ക് വേറെ യാതൊരു ആഗ്രഹവുമില്ല. സഭയുടെ കുർബാന, അതായത് OS 365/2024 കേസ് നമ്പറായിട്ടുള്ള എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിപ്രകാരമുള്ള ഏകീകൃത കുർബാന മാത്രമേ ചെല്ലാവൂ എന്ന ഓർഡർ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് കുദാശ കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ ഈ ബസിലിക്ക പള്ളി തുറക്കാമെന്നിരിക്കെ അനധികൃത തീരുമാനങ്ങളിലൂടെ, സമവായത്തിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് പാംപ്ലാനി പിതാവെടുത്ത തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുർബാന ഇവിടെ അവരോധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സത്യവിശ്വാസികൾ ഈ പള്ളിക്കകത്തുണ്ട്. ഇപ്പം നിങ്ങളീ കാണുന്നത് നിത്യാരാധന കേന്ദ്രമാണ്, നമ്മുടെ കപ്പേളയാണ്. ഈ പള്ളിക്കകത്ത് സത്യവിശ്വാസികൾ 100 കണക്കിന് ആളുകൾ പ്രാർത്ഥനാ നിർഭരരായി പള്ളിക്കകത്തിരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഏതാനും ഒരു 2 മണിക്കൂറിന് മുമ്പ് ഫേസ്ബുക്കിൽ ജനങ്ങളായി കണ്ടിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ 100 കണക്കിന് ആളുകൾ വിവിധ സമയങ്ങളായി കൂട്ടമായി വന്ന് നമ്മുടെ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തിരിക്കുക. ഒരു ഭാഗത്ത് തിന്മയുടെ ശക്തികളും ഒരു ഭാഗത്ത് നന്മയുടെ ശക്തികളും. നമ്മുടെ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നന്മയെ തിന്മയായി കാണുന്നവരും കയ്പിനെ മധുരമായി കാണുന്നവരും അങ്ങനെ 2ആയി തിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു കാരണമാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോ ക്ലോസ് ചെയ്തോട്ടെ. ഇനി ആരും വരാനില്ല. ലാസ്റ്റ് വരുന്ന ആളാണ് ആ കാണുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിയുന്ന ഈ വീഡിയോ കാണുന്നവർ ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന നമ്മുടെ പാവപ്പെട്ട വിശ്വാസികൾ ബസിലിക്ക പള്ളിക്കകത്തുണ്ട്. ഏത് സമയവും നിങ്ങൾക്ക് കടന്നു വരാം. നമ്മൾ 24 മണിക്കൂർ നേരം ഈ പള്ളിയുടെ ഒരു വാതിൽ തുറന്നിട്ടിരിക്കും. ഞങ്ങൾ വിശ്വാസികൾ അതിനകത്തുണ്ട്. വിമതര വന്നാൽ ഞങ്ങൾ ഇതിനകത്തേക്ക് കയറ്റില്ല, അത് ഉറപ്പാണ്. ഞങ്ങൾ മരിച്ചാൽ ശരി, ഒരൊറ്റ വിമതനെയും ഇനി 2023 നിങ്ങൾ കാണിച്ച
ആ വൃത്തികേട് അനുവദിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരണം വരെ പോരാടാൻ വേണ്ടി ഈ ബസിലിക്ക പള്ളിയിൽ ഞങ്ങളുണ്ട്. വിമതരല്ലാത്ത ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ജയ് ക്രൈസ്റ്റ്.